ഹലോ ആസ്പിറൻസ്, വെൽക്കം ടു സിവിലിയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ SSC-JEE ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോം ഫില്ലപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പം എക്സാം നമ്മൾ പറഞ്ഞ പോലെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ് പോസ്റ്റ്. വേക്കൻസീസ് എന്ന് പറയുന്നത് 1340 ആണ് വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത്. ഇനി പേ സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35,400 തൊട്ട് ഒരു 1,12,400 വരെ റേഞ്ച് വരുന്ന ഒരു ലെവൽ 6 പേ ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 18 തൊട്ട് 32 ഇയേഴ്സ് ആണ് നമ്മുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിനിമം ഏജ് എന്ന് പറയുന്നത് 18ഉം മാക്സിമം 30 ഓർ 32. ഇതെന്ന് പറയുന്ന ബേസ്ഡ് ഓൺ ഓർഗനൈസേഷനാണ്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ഏതാണോ അത് ബേസ് ചെയ്തുകൊണ്ട് 30 ആകാം അല്ലെങ്കിൽ 32 ആകാം മാക്സിമം ഏജ് ലിമിറ്റ്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ OBC EWS കാറ്റഗറിക്ക് 100 rupees ആണ് പറഞ്ഞിരിക്കുന്ന ഫീ. അതേപോലെ ഇനി SC/ST വുമൺ PH കാൻഡിഡേറ്റ്സ് വരുമ്പം അവിടെ നോ ഫീ ആണ്, അതായത് ഫീ എക്സംഷൻ അവർക്ക് അലോ ചെയ്തിട്ടുണ്ട്. ഇനി പേയ്മെന്റ് നോക്കുവാണെങ്കിൽ പേയ്മെന്റ് മോഡ് ഓൺലൈൻ ആണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കുമ്പോൾ നമുക്ക് പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള 2 സെലക്ഷൻ പ്രോസസ്സ് വരുന്നുണ്ട്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. ഇനി അപ്ലൈ മോഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ ജോബ് ലൊക്കേഷൻ നോക്കിയാൽ ഓൾ ഓവർ ഇന്ത്യ ജോബ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത്, അത് ഓൾറെഡി 30th ജൂണിന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആപ്ലിക്കേഷൻ. ഇനി ശ്രദ്ധിക്കേണ്ടത് എൻഡ് ഡേറ്റ് എന്നാണെന്നാണ്. 21 ജൂലൈ 2025 ആണ് എൻഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പം അതിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഒരു ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുന്നൊക്കെ പേടിച്ച് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ഫോം ഫില്ലപ്പ് വീഡിയോ ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം എന്ന് പറയുന്നത് 11 PM വരെയാണ്. അതായത് 21 ജൂലൈ 2025 11 PM ആകുമ്പോഴത്തേക്ക് നമുക്ക് എൻഡ് ചെയ്യും. 12 വരെയാണെന്ന് വെയിറ്റ് ചെയ്താലും ഇരിക്കരുത്. ഇനി അടുത്ത നമ്മൾ നോക്കിയാൽ ഓൺലൈൻ ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 22 ജൂലൈ 2025 ആണ്. അവിടെയും ഈ സെയിം കാര്യം ആപ്ലിക്കബിൾ ആണ്. ടൈം എന്നുള്ളത് 11 PM ആണ്. ഇനി നമ്മൾ ആപ്ലിക്കേഷനിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യും. അതിന്റെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത് 1 to August 2025 ആണ് കറക്ഷൻ ഡേറ്റ്. അതായത് ആ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 1 August മുതൽ 2 August 2025 വരെ ആയിരിക്കും. ഇനി എക്സാം ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ 1ന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 27th October to 31st October വരെയാണ് സ്കെഡ്യൂൾ വന്നിരിക്കുന്ന ടെൻഡേറ്റീവ്. ഇനി അത് പേപ്പർ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി 2026 നമ്മുടെ എക്സാം വരുന്നത്. ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്കെഡ്യൂളാണ്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക. നമ്മൾ SSCന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം കിടക്കുന്ന ഹോം പേജ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ ഹോം പേജ് വിസിബിൾ ആകും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് യൂസർ നെയിം കൊടുക്കാം, പാസ്വേഡ് കൊടുക്കാം. അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്യാപ്ഷ്യ കോഡും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ പാസ്വേഡ് എന്തെങ്കിലും നിങ്ങൾ ഫോർഗെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് പുതിയത് ക്രിയേറ്റ് ചെയ്യാനെല്ലാം പറ്റും. അതിനുശേഷം നമുക്കിവിടെ നമ്മളൊരു ന്യൂ രജിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ളൊരു ലിങ്ക് അവിടെ അവർ ഷോ ചെയ്യും. ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് പുതിയൊരു ടാബിലേക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് SSCയുടെ ഹോം പേജിൽ. അപ്പോൾ നമുക്കൊരു ഹോം പേജ് വിസിബിൾ ആകും. ഈ പേജ് വിസിബിൾ ആകുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. നമുക്ക് വേണ്ടത് രജിസ്റ്റർ ന്യൂ ആണ്. സോ രജിസ്റ്റർ ന്യൂ എന്ന് പറയുന്ന ബോട്ടമിൽ കിടക്കുന്ന പോർഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ടാബ് അവിടെ ഓപ്പൺ ആകും. അവിടെ നമ്മൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സ് എന്ന് അവിടെ ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, പാസ്വേഡ് ക്രിയേഷൻ ഉണ്ട്, അഡീഷണൽ ഡീറ്റെയിൽസ്, പിന്നെ ഡിക്ലറേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആകും. അവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ ആദ്യം നോക്കുമ്പോൾ അവർ നമുക്ക് ആധാർ കാർഡ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ എസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാർ നമ്പർ എന്താണോ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ സെയിം നമ്പർ തന്നെ ഒന്നും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ആധാർ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്.
അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഡിക്ലറേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ഫോൺ നമ്പറിലാണോ നമ്മുടെ ആധാർ രജിസ്റ്റർ ആയിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ടാബിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ OTP എന്ന് പറയുന്ന പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി ചോദിച്ചിരിക്കുന്നത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ നമ്മുടെ നെയിം കൊടുക്കാനാണ്. ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നമ്മുടെ നെയിം അവിടെ പ്രൊവൈഡ് ചെയ്യുക. സെയിം നെയിം തന്നെ നമ്മൾ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനിലും കൊടുക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ചേഞ്ച് ആയിട്ടുള്ള നെയിം അവിടെ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. ജെൻഡർ ക്ലിക്ക് ചെയ്യുക. ജെൻഡർ ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇവിടെ ഒരു കലണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മിനി കലണ്ടർ. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർ, അതേപോലെ തന്നെ മന്ത്, അതിനുശേഷം തന്നെ ഡേറ്റ്, ഇത് മൂന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നുള്ളത് അവിടെ വിസിബിളായി കാണിക്കും. അതിനുശേഷം സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാനായിട്ട് ഇപ്പം ചെയ്ത അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഫാദേഴ്സ് നെയിമാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയിട്ട് ഫാദേഴ്സ് നെയിം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുക. സെയിം നെയിം തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് വീണ്ടും കൊടുക്കുക. ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പാരൻസിൻ്റെ നെയിമിലെ സല്യൂട്ടേഷൻസ് ഒന്നും കൊടുക്കരുതെന്ന്, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മദേഴ്സ് നെയിം പ്രൊവൈഡ് ചെയ്യുക. സെയിം നെയിം തന്നെ വെരിഫിക്കേഷന് വേണ്ടി വീണ്ടും കൊടുക്കുക. ഇനി ചോദിച്ചിരിക്കുന്നത് 10th ക്ലാസ് നിങ്ങളുടെ ഏതാണ് എഡ്യൂക്കേഷൻ ബോർഡെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഏതാണോ ജസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ഒന്ന് കൊടുത്താൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. വെരിഫൈ ചെയ്യാനും സെയിം തന്നെ ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം 10th നമ്മുടെ റോൾ നമ്പർ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കാണും. ആ റോൾ നമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്യുക. വീണ്ടും വെരിഫൈ ചെയ്യാനായി സെയിം റോൾ നമ്പർ തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 10th ഇയർ ഓഫ് പാസിംഗ് ഏതാണ്, സർട്ടിഫിക്കറ്റിന് തന്നെ ആ ഇയർ കിട്ടും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന്. സെയിം തന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്യാനായിട്ട് ഇയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് പ്രൊവൈഡ് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പം സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ വെരിഫിക്കേഷനായി വരും. അത് കൊടുത്തു കഴിയുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ മെയിൽ ID ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മെയിൽ ID ഒരു മിസ്റ്റേക്കും ഇല്ലാതെ അതേപോലെ തന്നെ കൊടുക്കുക. മെയിൽ ID വാലിഡേറ്റ് ചെയ്യാനായിട്ട് OTP കൊടുക്കാനുള്ള ഓപ്ഷൻ വരുമ്പം സെൻഡ് OTP കൊടുക്കുക. നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ പറ്റുന്ന ഒരു സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആയിരിക്കുന്നതായിരിക്കും. ഈ സെയിം രജിസ്ട്രേഷൻ നമ്പർ തന്നെ നിങ്ങളുടെ മെയിൽ IDയിലും അല്ലെങ്കിൽ ഫോൺ നമ്പറിലും വരും. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ ന്യൂ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയല്ലോ നിങ്ങളുടെ മെയിൽ IDയിൽ വന്ന സെയിം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. മെയിൽ IDയിൽ തന്നെ നിങ്ങൾക്കൊരു പാസ്വേഡും വരുന്നതായിരിക്കും. ആ പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് വേണമെങ്കിൽ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം തന്നിരിക്കുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത ഓൾഡ് പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതാണ് പാസ്വേഡ് ക്രിയേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ്. ഇനി താഴെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന പാസ്വേഡ് ഒരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാസ്വേഡിൽ കൊടുക്കുമ്പോൾ അതെല്ലാം ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗ്രീനായി മാറും. ഇപ്പോൾ ഏതെങ്കിലും ഗ്രീൻ ആകാതെ റെഡായി കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഈ ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്ത് തന്നെ കൊടുക്കുക. സെയിം പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യാനായി ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ഒരു വെരിഫിക്കേഷൻ പോലെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം, അതിൻ്റെ ഒരു ആൻസറും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെലക്ട് ചെയ്യുക, ആൻസറും പ്രൊവൈഡ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാരണത്താൽ പാസ്വേഡ് ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ചോദിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. പുതിയൊരു പേജ് ഓപ്പൺ ആയി. അതിനുശേഷം
നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യുക. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡും അതിൻ്റെ താഴെയായിട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് ക്യാപ്ച കോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും എൻ്റർ ചെയ്യുക. ദെൻ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ പേജ് ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത പുതിയ പേജിൽ അവർ ചോദിക്കുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. സോ അഡീഷണൽ ഡീറ്റെയിൽസിൽ ആദ്യം വരുന്നത് നമ്മുടെ കാറ്റഗറി ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണ് കാറ്റഗറി സെലക്ട് ചെയ്യുക. സെയിം കാറ്റഗറി തന്നെ വെരിഫൈ ചെയ്യുക. ദെൻ നാഷണാലിറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് താഴെ ഒരു ടാബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, വാലിഡ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ളത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചോദിക്കുന്നത് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നതാണ്. അത് ഇൻ കേസ് എസ് ആണെന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്പറും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് ഏതാണെന്ന് പ്രൊവൈഡ് ചെയ്യുക. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലോ ആധാറിലോ ഉള്ളത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പിൻകോഡ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പെർമനൻറ്റ് അഡ്രസ്സും നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണോ എന്ന്. ആണെങ്കിൽ എസ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ കാറ്റഗറിയിൽ വരും. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പുതിയൊരു പേജ് ഓപ്പൺ ആകും. ഈ പേജിൽ ചോദിക്കുന്നത് ഡിക്ലറേഷനാണ്. ഡിക്ലറേഷനിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്തൊക്കെയാണ് കൃത്യമായി വായിക്കുക. ഐ എഗ്രി എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് കാണാം. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഒന്ന് കൃത്യമായി ഒന്നുകൂടി നോക്കുക. അതിനുശേഷം അതൊന്ന് ക്ലോസ് ചെയ്യുക. വേണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കാം. അതിനുശേഷം ഡിക്ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് നമുക്ക് സിവിൽ കാണാൻ പറ്റും. ഇനി അതിൻ്റെ താഴെ നമുക്ക് അവർ കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായ ഡേറ്റ് എന്നാണ് എൻഡ് ചെയ്യാൻ പോണേന്ന് തന്നിട്ടുണ്ട്. പിന്നെ ക്ലിയർ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് 11 PM വരെയാണ് തന്നിരിക്കുന്നത്. 12 മണിയെന്ന് മിസ്റ്റേക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കരുത്. അതിനുശേഷം പിന്നെ നമുക്ക് കറക്ഷൻ ഓപ്പൺ ആകുന്ന ഡേറ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് അവർ തന്നിട്ടുണ്ട്, അതിൻ്റെ ടൈമും എല്ലാം. അതിനുശേഷം നമ്മൾ അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജ് നമുക്ക് ഓപ്പൺ ആകും. അവിടെ നമുക്ക് നോട്ടീസ് ഓഫ് എക്സാമിനേഷൻ തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. അതേപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ഇവിടെ നമുക്ക് ടൈം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നാൽ നമുക്ക് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ, ഏജ് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയാൽ എല്ലാ ഓർഗനൈസേഷൻ്റെതും തന്നിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒന്ന് വായിക്കുക. താഴേക്കൊക്കെ വരുമ്പോൾ ഇൻ കേസ് ഡിസബിലിറ്റി റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ അത് ഡിസബിലിറ്റി ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഏജ് റിലാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ OBC ആണെങ്കിൽ 3 years, അതേപോലെ തന്നെ ബാക്കി കാറ്റഗറീസിൻ്റെ എല്ലാം വ്യക്തമായി തന്നെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് താഴേക്ക് വായിച്ചു വരിക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാരണം ഫീ എത്രയാണെന്നുള്ളത് 100 ആണ് ഫീ ആയിട്ട് അവർ തന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വുമൺ കാൻഡിഡേറ്റ്സിന് ഫ്രീ എക്സംഷൻ ഉണ്ടെന്നുള്ള കാര്യവും അവർ തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് പേയ്മെൻറ്റ് മോഡ്, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റും ടൈമും ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താഴേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എൻഡ് വരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളത്. എക്സാം പാറ്റേണും കൃത്യമായിട്ട് ടാബുലേറ്റ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ക്ലിയറായി റീഡ് ചെയ്തതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പം നേരത്തെ നമ്മൾ ഏത് പേജിലാണോ ഇരുന്നത് ആ പേജിലേക്ക് നമ്മൾ എത്തും. അവിടെ നമുക്ക് ഏറ്റവും ബോട്ടമിൽ റൈറ്റ് സൈഡിലേക്ക് ഫിൽ ഫോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യും. ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അതിൽ ലിസ്റ്റ് ഔട്ടഡ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മാത്രം മതി.
അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഓപ്ഷൻ വരും. അപ്പം നമുക്കവിടെ ഏത് സ്ട്രീമാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി സെയിം സ്ട്രീം തന്നെ നമുക്ക് വെരിഫൈ ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ ഡിഗ്രി നമുക്ക് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബിടെക് കൊടുക്കുന്നുണ്ട്. സബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, സിവിൽ എഞ്ചിനീയറിംഗ്. ഇനി നമ്മുടെ സ്റ്റേറ്റസ് ഏതാണ്, പാസ്ഡ് ആണോ അപ്പിയറിംഗ്, അത് ഏതാണോ കൊടുക്കുക. പാസ്ഡ് ആണെങ്കിൽ നമ്മുടെ പാസിംഗ് ഇയർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റി അണ്ടർ വിച്ച് സ്റ്റേറ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇൻ കേസ് കേരള ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, നമുക്ക് ഓപ്ഷനിൽ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നെയിം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഗ്രാജുവേഷൻ്റെ നമ്മുടെ റോൾ നമ്പർ ഏതാണ്, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് കിട്ടും, ആ റോൾ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജും CGPയും ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പ്രൊവൈഡ് ചെയ്താൽ മതി. ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ന്യൂ പേജ് ഓപ്പൺ ആവുന്നതിൽ വീണ്ടും അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊരു എക്സ് സർവീസ്മെൻ ആണോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓപ്ഷൻ എസ് ആണെന്നുണ്ടെങ്കിൽ എസ് കൊടുത്തു കഴിയുമ്പം താഴെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, എത്ര നാൾ സർവീസിലുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു പീരീഡും കൊടുക്കേണ്ടതായിട്ട് വരും. നോ ആണെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് ഏജ് റിലാക്സേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറി ബേസ് ആയിട്ടുള്ളതാണെന്നുള്ളത് റിലാക്സേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോ ആണെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് നമ്മുടെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് ഇനി അങ്ങോട്ട് ഏതെങ്കിലും ജോബ്സിനൊക്കെ വേണ്ടി അവൈലബിൾ ആക്കി ഇടാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് എസ് ആണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാം. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പം പുതിയൊരു പേജ് ഓപ്പൺ ആകും. അവിടെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ സെക്കൻഡ് എന്നുള്ള കാറ്റഗറിയാണ്. അതിൽ നമുക്ക് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വരും. ഓരോ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതാണ് വേണ്ടതെന്നുള്ളത്. പ്രിഫറൻസ് 2 കൊടുക്കാം, ദെൻ പ്രിഫറൻസ് 3 കൊടുക്കാം. അതിനുശേഷം ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളോ എന്നുള്ള കാര്യങ്ങൾ. നേരത്തെ കൊടുക്കാത്തതുകൊണ്ട് ഡിസേബിൾ ആയി കിടക്കും. അതിനുശേഷം നമുക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഏതാണോ അതനുസരിച്ച് എസ് ഓർ നോ കൊടുക്കാം. അതിനുശേഷം സ്ക്രൈബ് എന്തെങ്കിലും റിക്വയർഡ് ആണോ, ഇനി ഇതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രൈബ് റിക്വയർഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ദ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആകുവാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ന്യൂ പേജിൽ ചോദിക്കുന്നത് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ആണ്. അതിന് താഴെ ഒരു QR കോഡും പിന്നെ നമുക്ക് ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അത് പെൻഡിങ്ങിലെന്നും പറഞ്ഞ് റെഡ് കളർ കിടക്കുവാണ്, കാരണം നമ്മൾ സ്റ്റേറ്റസ് വെരിഫൈ ചെയ്തിട്ടില്ല ഫേസ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണമെന്നാണ് MySSCന്ന്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരു ഫോണിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുവാണ്. അപ്പോൾ ആ ഫോണിൽ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കണം ഫോൺ, കാരണം പ്ലേ സ്റ്റോറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഗൂഗിൾ ലെൻസ് നമ്മൾ എടുക്കുക, ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാനായിട്ടുള്ളൊരു ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് MySSC എന്നുള്ളൊരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസർ നെയിം കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക, പിന്നെ തന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഇതുപോലൊരു ടാബ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അവിടെ ഡൗണിൽ കിടക്കുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പോർഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്നുള്ളൊരു ടാബ് ഓപ്പൺ ആകും. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ടാബ് ഓപ്പൺ ആകും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റും. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആധാർ വെരിഫിക്കേഷന് വേണ്ടിയുള്ള പുതിയൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയും. ആ ആപ്പ് കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആധാർ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്
ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ലൈവ് ഫോട്ടോ തന്നെ നമ്മൾ എടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇത് വെബ് ക്യാം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ മാറി മാറി വരും. അതായത് നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷൻ ആധാറിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അടുത്ത പേജസ് വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുത്തു പോകുമ്പോൾ. അതും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് അവരിവിടെ ബോൾഡ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് നോക്കി ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ഫോട്ടോ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ളതാണ്. അപ്ലോഡ് സിഗ്നേച്ചർ എടുക്കുമ്പോൾ നമുക്കിവിടെ കണ്ടില്ലേ, നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ള അറിയാനായിട്ട് അവരൊരു ഇത് തന്നിട്ടുണ്ട്, എന്താണ് നമ്മൾ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സിഗ്നേച്ചർ വെക്കാൻ പാടില്ല, എന്തൊക്കെയാണ് സിഗ്നേച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സൈൻ നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കണം ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങളും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഫോണിലേക്ക് സ്വിച്ച് ഓൺ ആകുമ്പോൾ തന്നെ നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുത്തു പോകുമ്പോൾ ഇത് 3 നമുക്ക് ചെയ്തു വരാനായിട്ട് പറ്റും. അത് ഇതിൻ്റെ കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോ ആയിട്ട്. മൊബൈലിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ ഈ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യാനായിട്ട് വരും. അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ വൈൽ യൂസിങ് ദി ആപ്പ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു ടാബ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ആ ഡിക്ലറേഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഫേസ് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഇത് വരും. മാക്സിമം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക. സ്കാൻ ചെയ്ത് നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് പോവാം. അവിടെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈവ് ഫോട്ടോ. അത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ സെയിം സ്പെസിഫിക്കേഷനിലുള്ള തന്നെ സിഗ്നേച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക, ഐ എഗ്രി, ദെൻ സബ്മിറ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ നേരത്തെ പോയ സെയിം ഇതുപോലത്തെ ഒരു ടാബിൽ വന്ന് നമ്മൾ നിൽക്കും. ഇപ്പോൾ ഓപ്പൺ ആയ ഈ പേജിൽ നമുക്ക് മേക്ക് പേയ്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് പോകാം. ഇനി നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ തന്നെ നേരത്തെ നമ്മൾ സ്റ്റേജസ് ചെയ്ത് വന്നല്ലോ, ആ സ്റ്റേജസിൽ നമ്മൾ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴേ നമുക്ക് പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്പണായി കിട്ടുന്നതാണ്. ഇതുപോലൊരു ബോക്സ് നമുക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഏതാണോ നമ്മുടെ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനു മുന്നേ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോട്ട്സ് എല്ലാം വായിച്ചിരിക്കണം. കാരണം അതിലെങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളും പേയ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്തുകൂടാന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. നെറ്റ് ബാങ്കിങ് വേണോ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ UPI ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം അവർ നമുക്ക് UPI നമുക്ക് ID കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് QR കോഡ് ഏതാണെന്നുള്ള നമ്മുടെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റ് എത്രയാണ് എമൗണ്ട് എന്ന് മേളിൽ കാണിച്ചിട്ടുണ്ട് 100. ഇവിടെ ഇപ്പോൾ QR കോഡ് സെലക്ട് ചെയ്തു നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് QR കോഡ് സ്ക്രീനിൽ വരും. ഇത് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യും. നമുക്ക് ഓക്കെ എന്ന് കൊടുക്കാം. ട്രാൻസാക്ഷൻ സക്സസ് ആണെന്നുള്ള രീതിയിൽ കാണിക്കും. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ക്ലിക്ക് ഹിയർ എന്ന്. അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. നമ്മുടെ ട്രാൻസാക്ഷൻ എല്ലാം സക്സസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. പ്രിൻറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ലോഗിനോ രജിസ്റ്റർ നമ്മൾ സ്റ്റാർട്ടിങ് എടുക്കുക. അവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചർ കോഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കുക. മൈ ആപ്ലിക്കേഷൻ എടുക്കുക, ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് നമ്മുടെ കംപ്ലീറ്റഡ് ആണെന്നും സക്സസ് ആണെന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഡീറ്റെയിൽഡായിട്ട് വീഡിയോ നോക്കി എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇന്ന് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ലാസ്റ്റ് ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ
അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.